Hi friends, welcome back to Lakshmi's Academy YouTube channel. We have been discussing idioms. We have done already 3 parts. Now we are moving on to the next part. First idiom, under the weather. Under the weather meaning feeling sick or unwell. Under the weather means feeling sick or unwell. I'm feeling a bit under the weather today, so I might take it easy. അപ്പം അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് സിക്ക്, ഒരു അസുഖം തോന്നുക. ഐ എം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെതർ ടുഡേ, സോ ഐ മൈറ്റ് ടേക്ക് ഇറ്റ് ഈസി. Second one, gift of the gab. Gift of the gab means the ability to speak confidently and persuasively. ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറഞ്ഞാൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുക. അതായത് മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞ് കയ്യിലെടുക്കാനുള്ളൊരു കഴിവ്, അതാണ് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷി ഹസ് ഗോട്ട് ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. ഷി ക്യാൻ സെൽ ഐസ് ടു ആൻ എസ്കിമോ. എസ്കിമോസ് നമുക്കറിയാം, ഐസിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഐസ് വിൽക്കാൻ പോലും കഴിവ് ഉണ്ട് എന്ന് അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആ വ്യക്തിയുടെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി വീഴ്ത്താനുള്ളൊരു കഴിവ്, അതാണത് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സീ ഐ ടു ഐ. സീ ഐ ടു ഐ മീൻസ് ടു എഗ്രി വിത്ത് സമ്മൺ. എക്സാമ്പിൾ, they don't see eye to eye on politics, but they still respect each other's opinions. See eye to eye means to agree with someone. Example എന്താ പറഞ്ഞിരിക്കുന്നത്? They don't see eye to eye on politics, but they still respect each other's opinion. മറ്റുള്ളവരുമായിട്ട് എഗ്രി ആവുക എന്നുള്ളതാണ് സി ഐ ടു ഐ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, they don't see eye to eye on politics, but they still respect each other's opinions. അവർ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ എന്താണ് പരസ്പരം എഗ്രി ചെയ്യുന്നില്ല എങ്കിലും എന്താണ് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ പറയും. Next idiom, flog or beat a dead horse, meaning to keep talking about something that is no longer relevant. Example, trying to convince him to change his mind is like flogging a dead horse. Flog അല്ലെങ്കിൽ ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു കീപ് ടോക്കിംഗ് അബൌട്ട് സംതിങ് ദാറ്റ് ഇസ് നോ ലോങ്ങർ റെലവൻറ്റ്. ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, റെലവൻ്റ് അല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. എക്സാമ്പിൾ, ട്രൈങ് ടു കൺവിൻസ് ഹിം ടു ചേഞ്ച് ഹിസ് മൈൻഡ് ഇറ്റ്സ് ലൈക്ക് ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ്. എന്താണ്, ഒരു നിഷ്ഫലമായിട്ടുള്ളൊരു പ്രവൃത്തി, ഒരു ഒട്ടും റെലവൻ്റ് അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിക്കാണ് എന്ത് പറയുന്നത്? ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നത്. Next one, at the drop of a hat. At the drop of a hat means to do something immediately without any hesitation. At the drop of a hat means to do something immediately without any hesitation. ഒരു മടിയും കൂടാതെ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? at the drop of a hat. Example, she is always ready to help at the drop of a hat, no matter how busy she is. എത്ര ബിസി ആണെങ്കിലും പെട്ടെന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവളത് ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ at the drop of a hat means to do something immediately without any hesitation. Next one, leave no stone unturned, meaning to do everything possible to achieve something. Leave no stone unturned, അതായത് ഒരു സ്റ്റോണും എന്താണ് അൺടേൺഡ് ആകാത്ത രീതിയിൽ ടു ഡു എവറിതിങ് പോസിബിൾ ടു അച്ചീവ് സംതിങ്. അല്ലാതെ എല്ലാ കാര്യവും നമ്മൾ ചെയ്യുക, ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. എക്സാമ്പിൾ, I will leave no stone unturned to find the perfect example to explain an idiom. Example, I will leave no stone unturned to find the perfect example to explain an idiom. So here ends our video. Let's wait for another video. Thank you.